നമസ്കാരം. എന്തൊക്കെയല്ലേ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നല്ലേ? സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന കുട്ടികൾ കൈ കൂപ്പിയിട്ട് ഒന്ന് ബസ്സിൽ കയറ്റുമോ എന്ന് ചോദിക്കേണ്ട ഒരു വല്ലാത്ത ഗതികേടല്ലേ? എന്തൊരു മനുഷ്യനാ! നമ്മുടെ കേരളത്തിലെ കംപ്ലീറ്റ് എന്ന് പറയാൻ പറ്റുമെങ്കിൽ പോലും ഒരു പറ്റം 80% ബസ്സുകളിലും കുട്ടികളെ കയറ്റുന്നത് ഈ പറഞ്ഞ പോലെ ഒരു ലിമിറ്റ് വെച്ചിട്ടാണ്. ഞാൻ പലപ്പോഴും എൻ്റെ നാട്ടിൽ തളിപ്പറമ്പ് എന്ന് പറയുന്ന കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ആലക്കോട് ഭാഗത്തേക്ക് വരുമ്പോൾ ആ വരുന്ന വഴിക്ക് 2-3 സ്കൂളുകളുണ്ട്. അവർ ഹൈസ്കൂളാണ്. അപ്പോൾ ആ സ്കൂൾ വിദ്യാർത്ഥികൾ വണ്ടിയെ കയറാൻ വേണ്ടി വരുമ്പോൾ ഇവർ 1-2 പേരെ കയറ്റുള്ളൂ. അതുപോലെ തളിപ്പറമ്പ് ടൗണിലൊരു സ്കൂളുണ്ട്. അപ്പോൾ ഈ സ്കൂളിൻ്റെ മുമ്പിൽ നിന്ന് ഈ വിദ്യാർത്ഥികളെ കയറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 1-2 പേരെ, അത് ഒരുപാട് മുന്നിൽ കൊണ്ടുപോയിട്ട് ഈ വാഹനം നിർത്തും. എന്നിട്ട് ഈ വാഹനത്തിലേക്ക് തലയെണ്ണം പോലെ കോട്ട പോലെ 1-2 വിദ്യാർത്ഥികളെ കയറ്റും. ബാക്കി കുട്ടികളാണെങ്കിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കട്ട വെയിറ്റിങ്ങിൽ ഇങ്ങനെ നിൽക്കുക അടുത്ത ബസ്സിനെ കാത്ത്. അപ്പോൾ ഒരു വിദ്യാർത്ഥിയുടെ വിദ്യാഭ്യാസ ടൈം എന്ന് പറഞ്ഞിട്ട് 4:30 ആണല്ലോ, അല്ലെങ്കിൽ 4 മണിയാണ്. ഈ ബസ്സിന് വേണ്ടി ഇവർ കളയുന്നത് 1 മണിക്കൂർ റോട്ടിൽ. അതോ കയ്യും കാലും ഒക്കെ പിടിച്ചെങ്കിൽ മാത്രം. ഇപ്പോൾ ഈ വീഡിയോ കണ്ടോ, നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കി. ഇന്നത്തെ മാധ്യമത്തിലെ വന്ന വാർത്തയാണ്. ഒരു കുട്ടി കൈകൂപ്പി, വിദ്യാർത്ഥികൾ കൈകൂപ്പി ഞങ്ങളെ ഈ ബസ്സിൽ കയറ്റണമെന്ന് പറയുന്നൊരു എന്നാ ഒരു ഗതികെട്ടൊരു കാലഘട്ടം അല്ലേ? ഒരല്പം കണ്ണിലൊരു കണ്ണീർ അല്ലെങ്കിൽ കണ്ണിച്ചോര ഉണ്ടെങ്കിൽ നമ്മളങ്ങനെയല്ലേ പറയാം, കണ്ണിച്ചോര ഉണ്ടെങ്കിൽ അയാൾക്ക് അങ്ങനെ ചെയ്യുക. അയാൾക്കൊരു മക്കളുണ്ടെങ്കിൽ ഈ മാതിരി തെമ്മാടിത്തരം ചെയ്യാൻ പാടില്ല. ഇത് ഇപ്പോൾ പ്രൈവറ്റ് ബസ്സുകളൊക്കെ സമരത്തിലേക്ക് പോകാമെന്നൊക്കെ പറയുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ നൽകാൻ 1 രൂപയ്ക്കാണ് നിന്നൊരു വലിയൊരു മഹാൻ എന്ന് പറയുന്നത് കേട്ടു. 1 രൂപയാണ്. ആ വലിയൊരു മഹാൻ പറയാണ് 1 രൂപയ്ക്കാണ് വിദ്യാർത്ഥികൾ ബസ്സിൽ കയറുന്നത്. അതൊക്കെ തെറ്റായ വാദമാണ്. 2, 3, 4, 5 രൂപയ്ക്കൊക്കെയാണ് പലയിടത്തും വിദ്യാർത്ഥികൾ കയറുന്നത്. ഇവർക്കുള്ള ഗുണം എന്ന് പറയുന്നത് ബാക്കി സർക്കാരാണ് പൈസ കൊടുക്കുന്നത്. ഗവൺമെൻറ്റാണ് ഈ ബസ് ഓണേഴ്സിന് ഈ ബാക്കിയുള്ള സബ്സിഡി ആയിട്ടുള്ള തുക കൈമാറുന്നത്. ഇപ്പോൾ KSRTCയുടെ സൗജന്യ യാത്ര ഇപ്പോൾ തുടങ്ങി. ഓർഡിനറി ബസ്സുകളിൽ വളരെ നല്ലൊരു സർവീസാണ്. വിദ്യാർത്ഥികളൊക്കെ അതിൽ കയറുന്നുണ്ട്. അത് പെൺകുട്ടികൾക്ക്, വീട്ടമ്മമാർക്ക്, ജോലി ചെയ്യുന്നവർക്കൊക്കെ കിട്ടിയ ഏറ്റവും നല്ലൊരു ഗുണമാണ് ഈ സംഭവം. കാരണം ഓർഡിനറി ബസ്സിലുള്ള സൗജന്യ യാത്ര എന്ന് പറയുന്നത് ഇത്രയും സർക്കാരുകൾ മാറി മാറി വന്നിട്ട് പോലും കിട്ടിയ ഏറ്റവും മനോഹരമായ അവർക്ക് കിട്ടിയൊരു പുണ്യം എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ സ്ത്രീ ജനങ്ങളെ അത്രമാത്രം മാനിക്കുന്ന ഒരു ഗവൺമെൻറ് തുടക്കത്തിൽ തന്നെ ആ വാക്ക് പാലിച്ചു. സ്ത്രീ സുരക്ഷയ്ക്ക് തുല്യം തന്നെയാണ് സ്ത്രീകൾക്ക്. കാരണം ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ 15 കൊല്ലം മുമ്പ് ഒരു ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരു ചേച്ചി അല്ലെങ്കിൽ ഒരു ചേട്ടൻ, അവർക്ക് കിട്ടുന്ന സാലറി 12,000 രൂപ. ഇപ്പോൾ ഈ 15 വർഷത്തിന് ശേഷവും ഇപ്പോഴും പല സ്ഥാപനങ്ങളിലും, ടെക്സ്റ്റൈൽസിലും, അതുപോലെ തന്നെ നമ്മുടെ ഈ ഷോപ്പുകളിലൊക്കെ കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് അന്നത്തെ അതേ 12ഉം 10ഉം രൂപയാണ്. അന്ന് വരുന്ന കാലഘട്ടം മുഴുവൻ റേറ്റ് കൂടി, വണ്ടിക്കൂലി കൂടി, അതുപോലെ തന്നെ ഫുഡ് എക്സ്പെൻസ് കൂടി, ഇല്ല ട്രാവലിംഗ് എക്സ്പെൻസ് നിങ്ങൾക്ക് അറിയാമല്ലോ, ഡെയിലി കൂടിക്കൊണ്ടിരിക്കുന്നത്. കാരണം എണ്ണയുടെ വിലയ്ക്ക് അനുസരിച്ച് കുറേ വർഷം, 10 വർഷത്തിനുള്ളിൽ വന്ന മാറ്റം ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഇത്രയും വിലക്കയറ്റം എല്ലാ മേഖലയിലും വന്നു. പക്ഷേ അടിസ്ഥാന ശമ്പളം എന്ന് പറയുന്ന ഇപ്പോൾ 10,000 12,000 രൂപ ഇതുവരെ ഈ തൊഴിലിടങ്ങളിൽ ഇതുവരെ മാറ്റിയില്ല. അത് മാറ്റാത്തത് കൊണ്ട് ഒരു വീട്ടമ്മയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു ഗൃഹനാഥനെ സംബന്ധിച്ച് മാസാവസാനം അവൻ്റെ കയ്യിൽ ഇതുപോലത്തെ ഷോപ്പുകളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് കിട്ടുന്നത് വളരെ തുച്ഛമായ തുകയാണ്. ഏകദേശം 2,500 തൊട്ട് 3,000 വരെ വണ്ടിക്കൂലി കൊടുത്ത് ജോലി സ്ഥലത്ത് പോകുന്നവരുണ്ട്. 3,000 രൂപ വണ്ടിക്കൂലി എന്നിരിക്കട്ടെ, ഫുഡ് എക്സ്പെൻസ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നവരാണെങ്കിൽ ഓക്കെ, കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യമുള്ളവരാണെങ്കിൽ വീണ്ടും 3,000 രൂപ. ഇനി ദൂരദേശത്താണ് ജോലിക്ക് പോകുന്നത്. ഉദാഹരണത്തിന് കണ്ണൂരുള്ള ഒരാൾ കൊച്ചിയിൽ പോയി താമസിക്കണമെങ്കിൽ അവിടുത്തെ റൂം റെൻറ്റ് വളരെ വലിയ റൂം റെൻറ്റാണ്. ഷെയറിങ് ആണെങ്കിൽ പോലും അതിനൊരു 3 രൂപ 4 രൂപ ചിലവാണെന്ന് കരുതുക. അപ്പോൾ 12,000 രൂപ ശമ്പളമുള്ളവന് എത്ര രൂപ
ആണ് അവൻ്റെ കയ്യിൽ മാസാവസാനം ആകുമ്പോഴത്തേക്കും വീട്ടിലേക്കോ അല്ലെങ്കിൽ അവൻ്റെ പേഴ്സണൽ ആവശ്യത്തിനൊക്കെ വേണ്ടി 4×3 12 അല്ലേ, ഒരു 3000 രൂപ അവന് നീക്കിയിരിപ്പുണ്ടാവുള്ളൂ. അത് കുറച്ച് വീട്ടിലേക്കും കൊടുത്ത് വീട്ടിലെ ചിലവുകളും കാര്യങ്ങളൊക്കെ നടത്തി കഴിയുമ്പോൾ പിന്നെ അവന് വട്ടപൂജ്യം 5 പൈസയില്ല. ഇതാണ് സാധാരണ ഒരു തൊഴിലാളിയുടെ അവസ്ഥ. ഞാൻ പറഞ്ഞു വന്നത് KSRTC ബസ്സിലെ ഈ സൗജന്യ യാത്ര വളരെ ഗുണകരമായൊരു സംഭവമാണ്. അമ്മമാരെ സംബന്ധിച്ച്, ചേച്ചിമാരെ സംബന്ധിച്ച്, സ്ത്രീകളെ സംബന്ധിച്ച് അവർക്കൊരു നീക്കിയിരിപ്പുണ്ട്. ആ നീക്കിയിരിപ്പിലേക്ക് ഇത് അത്രയും തുക ലാഭിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യം അവരെ സംബന്ധിച്ച്. അപ്പോൾ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.